1811 വോട്ടുകൾക്ക് അഭിമർക്കെ വളരെ നേരത്തെ തന്നെ എന്തോ വിജയിപ്പിച്ചതാണ്. അത് ശ്രദ്ധിച്ചില്ല. വീണ്ടും വീണ്ടും അഭിമർക്കെ വിജയിപ്പിക്കുന്നുണ്ട്. മണലൂരിലാണ് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ക്ലൈമാക്സ് നടക്കുന്നത്. മണലൂരിൽ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ സി രവീന്ദ്രനാഥിന്റെ ലീഡ് കേവലം 675 മാത്രമാണ്. ഒരു പക്ഷേ ജയിച്ചാൽ ഈ മന്ത്രിസഭയിലെ ഒരു പ്രധാന മുഖമാകാവുന്ന ആളായിരുന്നു ടി എൻ പ്രതാപൻ എന്ന് വേണം കരുതാൻ. ടി എൻ പ്രതാപൻ പക്ഷേ ഓരോ ഘട്ടത്തിലും, അതായത് മണലൂരിൽ നമ്മൾ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ 8 മണി മുതൽ നമുക്ക് മാറ്റി പറയേണ്ടതായി വന്നിട്ടുണ്ട്. ചെറിയ ഭൂരിപക്ഷം, അതായത് ചെറിയ ലീഡാണ്. ആര് മുന്നിലെത്തിയാലും, ടി എൻ പ്രതാപൻ മുന്നിലെത്തിയാലും രവീന്ദ്രനാഥ് മുന്നിലെത്തിയാലും നമുക്ക് നൽകാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ രവീന്ദ്രനാഥ് മുന്നിലാണ്. അല്പം നേട്ടം മാത്രമേ ഉള്ളൂ. അത് ക്ലൈമാക്സിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ 2075 വോട്ടുകൾക്ക് ഐഷ പോറ്റിയേക്കാൾ ബാലഗോപാൽ മുന്നിലാണ് എന്ന് വേണം കരുതാൻ. അവിടെ ചില കാര്യങ്ങളുണ്ട്. ഈ CR രശ്മി എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി, അതായത് UDF ൽ നിന്ന് പോയി BJP ഭാഗമായി അവർ പിടിച്ച വോട്ടുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിനയായിരിക്കുന്നത്. പക്ഷെ അവർ അത്തരത്തിലൊരു സംഗതി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ രശ്മി തന്നെ നിന്നിരുന്നെങ്കിൽ കൊട്ടാരക്കര ജയിച്ചേനെ. അതായത് ഒരു സ്ഥാനാർത്ഥിയെ CPM നിന്ന് അടർത്തിയെടുത്ത് കോൺഗ്രസ് കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അടർത്തി മാറ്റി BJP മത്സരിച്ചു. അതാണ് കൊട്ടാരക്കരയിൽ നടന്നത്. അങ്ങനെ കൗതുകകരമായ ഒരു പോരാട്ടമായിരുന്നു നടന്നത്. അതായിരിക്കും അഴീക്കോട് ഇഞ്ചോടിഞ്ചാണ്. 181 വോട്ടുകൾക്ക് മാത്രമാണ് അഴീക്കോട് നമുക്കറിയാം LDF-ന്റെ കോട്ടയാണ്, CPM-ന്റെ കോട്ടയാണ്. സുമേഷാണ് മത്സരിക്കുന്നത് അവിടെ. സുമേഷിന് ഏറെ ജനകീയതയുള്ള നേതാവാണ്. അവിടെ വെറും 181 വോട്ടുകൾക്ക് മാത്രമാണ്. കോട്ടയത്ത് മണലൂരും അഴീക്കോടും ഇഞ്ചോടിഞ്ച്. കോട്ടയത്ത് പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അചഞ്ചലനായി നിൽക്കുകയാണ്. അവിടെ 35,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം 20,000 കടന്നു. ജീസ്ബാഗിന്റെ ഭൂരിപക്ഷം 20,378. സതീഷ് കൊച്ചുപറമ്പിൽ കോന്നിയിൽ 417 വോട്ടുകൾക്ക് മുന്നിൽ. ഫോട്ടോ ഫിനിഷിലായിരിക്കും ഒരു പക്ഷേ കോന്നിയിലെ ഫലം അറിയേണ്ടത്. അങ്ങനെ പത്തനംതിട്ട തൂത്തുവാരാൻ പറ്റുമോ, പത്തനംതിട്ട തൂത്തുവാരാൻ സാധിക്കുമോ എന്നതാണ് ഇനി UDF ക്യാമ്പുകളെ. അത്ഭുതങ്ങളാണ് അഭിലാഷ് സംഭവിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാൻ നമ്മളൊക്കെ നടത്തിയ സർവേ ഒക്കെ വെറും പാഴ് സർവേകളായി. ഞാൻ നടത്തിയ സർവേ അത്ര പാഴൊന്നുമല്ല. എന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കിയാൽ രഞ്ജിത്തിന് മനസ്സിലാക്കാം. 97 സീറ്റാണ് ഞാൻ പ്രഡിക്ട് ചെയ്തത്. അതിലൊരു ചെറിയ മാറ്റമുണ്ട്. അങ്ങനെ പറയാൻ സാധിക്കും. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഇതൊന്നും ഒരിക്കലും ഒരു കാരണവശാലും വിജയിക്കുന്ന പ്രതീക്ഷിച്ച സീറ്റുകളെ അല്ല. എന്തായാലും ആദർശ് സമരവിള സ്പോൺസർ ചെയ്യുന്ന 5,000 രൂപയിലാണ് ഇപ്പോഴും എന്റെ നോട്ടം. അതിലേക്ക് എത്തുമോ എന്ന് നമുക്കറിയാം. ഒരു BJP സ്ഥാനാർത്ഥി വിജയിച്ചു. 2 എന്റെ പ്രഡിക്ഷൻ. 2 ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. നേമത്ത് ചതിച്ചില്ല എങ്കിൽ BJP 2. ഞാനും കിരൺ ബാബുവും തമ്മിലെടുത്ത പ്രൊമോയിൽ പോലും ഞങ്ങൾ പറഞ്ഞത് BJP അക്കൗണ്ട് തുറക്കുമോ എന്നാണ്. കിരൺ ചേട്ടൻ അതിനെ ശക്തമായി എതിർത്തു. അപ്പോഴും ഞാൻ ചോദിച്ചു 2 സീറ്റെങ്കിലും കിട്ടില്ലേ കിരൺ ചേട്ടാ എന്ന്. അത് വരാൻ പോവുകയാണ്. നോക്കിയിരുന്നു. എനിക്ക് പ്രതീക്ഷയില്ല. ശരി, ഇരവിപുരത്താണ് അത്ഭുതം മറ്റോ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഒരു കാരണവശാലും ഇരവിപുരം കൈവിടില്ല എന്ന് LDF വിശ്വസിച്ചിരുന്നു. അവിടെ വിഷ്ണു മോഹൻ എന്ന പുതുമുഖം, നേരത്തെ പറഞ്ഞ പോലെ ഈ സന്ദീപ് വാര്യർ വളർന്നടിച്ച് വീഴാൻ പോയ മറ്റൊരാൾ വിഷ്ണു മോഹനാണ്. കാരണം വിഷ്ണു ഒന്നും ഒരു കാരണവശാലും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് മുന്നിലാണ്, സംശയമില്ല. മറ്റ് പല വിവരങ്ങളും പുറത്തു വരുന്ന ഈ 2 സ്ഥലങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മണലൂരിലും ഒപ്പം അഴീക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. കഴക്കൂട്ടത്തും സമാനമായി തന്നെ വലിയ വോട്ടുകളുടെ വ്യത്യാസമില്ല. കടകംപള്ളി സുരേന്ദ്രനും മുരളീധരനും തമ്മിൽ എന്ന് മനസ്സിലാക്കണം. കരുനാഗപ്പള്ളിയിൽ CR മഹേഷിന്റെ ഭൂരിപക്ഷം 25,000 കടന്നു. 25,866 CR മഹേഷ്. ഷിബു ബേബി ജോൺ ചവറയിൽ 18,573 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഷിബു ബേബി ജോൺ 18,573 വോട്ടുകൾക്ക് അവിടെ ചവറയിൽ. RSPയുടെ ഒരു തിരിച്ചുവരവ്, ഷിബു ബേബി ജോണിന്റെ ഒരു തിരിച്ചുവരവ്. അവിടെയും എനിക്ക് സംശയമുണ്ടാകുന്നത് ഇനി ഷിബു ബേബി ജോണിനും കൊടുക്കണമല്ലോ മന്ത്രിസ്ഥാനം എന്നതാണ്. എന്തായാലും മന്ത്രിസ്ഥാനങ്ങൾ കൊണ്ട് എങ്ങനെ ഇതിനെ വീതം വെക്കും എന്നതായിരിക്കാം ഇനി കോൺഗ്രസിനെ അലട്ടാൻ പോകുന്നത്. എല്ലാ ഘടകകക്ഷി നേതാക്കളും ഘടകകക്ഷികളും മിന്നുന്ന വിജയം നേടിയാണ്. 23,377 വോട്ടുകൾക്ക് ഹരിപ്പാട് ജയിച്ചു. 23,377 വോട്ടുകൾക്ക് രമേശൻ. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് ഉയർത്തുന്നു. കൊട്ടാരക്കരയിൽ ഇതുപോലെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കൊട്ടാരക്കരയിൽ ഇതുപോലെ ഇപ്പോൾ ഇതാ ഐഷ പോറ്റി പിന്നിലേക്ക് പോവുകയാണ്. KN ബാലഗോപാൽ ലീഡ് ഉയർത്തുകയാണ്. മാത്രമല്ല നേമത്തും കഴക്കൂട്ടത്തും ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഈ 2 മണ്ഡലങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. നേമത്തുമാവട്ടെ കഴക്കൂട്ടത്താവട്ടെ രണ്ടിടത്തും വാശിയേറിയ മത്സരം പുരോഗമിക്കുന്നു. കഴക്കൂട്ടത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് ഏറ്റവും
ഫലം വരുമ്പോൾ അല്ലെങ്കിൽ ലീഡ് അനുസരിച്ച് 1976 വോട്ടിന്റെ ലീഡ് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രന് ഉള്ളത്. ആ ലീഡ് മറികടന്നേക്കാമെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. കഴക്കൂട്ടത്തിനെയും BJPക്ക് സാധ്യതയുണ്ട്. വി മുരളീധരൻ ഒരു തിരിച്ചുവരവിന് അവസരമുണ്ട് എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും സാധിക്കില്ല. കാരണം കഴക്കൂട്ടം എന്നത് ഇത്തവണ പ്രവചനാതീതമാകുന്ന ഒരു മണ്ഡലം ആയി മാറി. സമാന സാഹചര്യം നേമത്തുമുണ്ടെന്ന് സംശയമുണ്ട് KP. കാരണം അവിടെ 1779 വോട്ട് മാത്രമാണ്. അതായത് 12 റൗണ്ടാണ് എണ്ണിയത് 18 റൗണ്ടുകളിൽ. ഇനി അതായത് 6 റൗണ്ടുകൾ കൂടി പൂർത്തിയാകാനുണ്ട്. പക്ഷേ മനസ്സിലാക്കുന്നിടത്തോളം ആ 6 റൗണ്ടുകളിലും ഇഞ്ചോടിഞ്ച് ഫൈറ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നേമത്തത്ര സേഫ് ആണോ RC എന്നതാണ് അറിയേണ്ടത്. പക്ഷേ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് നേമത്ത് തന്നെയായിരുന്നു. അവിടെയാണ് ചാത്തന്നൂർ ഒരു ബോണസായി ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ചാത്തന്നൂരിനെ തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ചാത്തന്നൂരിൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തുന്ന BJPക്ക് ചാത്തന്നൂർ എന്ത് തന്നെയാണെങ്കിലും ലോട്ടറിയായി മാറി എന്നതിൽ തർക്കമില്ല. ഇത്തവണ 5 സീറ്റുകളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒതുങ്ങിയിരിക്കുകയാണ്. കേവലം 35 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. 99 സീറ്റ് നേടി കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്ന സർക്കാരാണ്, മുന്നണിയാണ് എന്ന് ഓർക്കണം. 35 സീറ്റ് എന്ന് പറയുമ്പോൾ വമ്പൻ നഷ്ടമാണ്. എത്ര സീറ്റുകളിൽ തോറ്റു, മാത്യു കുഴൽനാടൻ വിജയിച്ചു. മാത്യു കുഴൽനാടൻ 42,829 വോട്ടുകൾക്ക് വിജയമാണ്. അതായത് N അരുൺ എന്ന സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ CPIക്ക് വേണ്ടി മത്സരിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എൽദോ മൂവാറ്റുപുഴ മണ്ഡലം പിടിച്ചെടുത്തതാണ്. അതിനുശേഷം വീണ്ടും രംഗത്ത് വന്ന് എൽദോയെ പരാജയപ്പെടുത്തിയായിരുന്നു ഇപ്പോൾ മാത്യു കുഴൽനാടൻ നിയമസഭയിലേക്ക് എത്തിയത്. അവിടെയായിരുന്നു AIYFന്റെ യുവ നേതാവ് കൂടിയായിട്ടുള്ള വിദ്യാബാലകൃഷ്ണൻ 12,287 വോട്ടുകൾക്ക് എലത്തൂരിൽ AK ശശീന്ദ്രൻ തോറ്റു എന്നുള്ള വിവരമുണ്ട്. തൃത്താൽ MP രാജേഷ് 8,574 വോട്ടുകൾക്ക് പിന്നിലാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. AK ശശീന്ദ്രൻ തോറ്റു, MP രാജേഷ് തോറ്റു, വീണ ജോർജ് തോൽക്കുന്നു. അങ്ങനെ മന്ത്രിപ്പട ഒന്നാകെ തോൽക്കുകയാണ് കേരളത്തിൽ. CPIയുടെ 2 മന്ത്രിമാർ മാത്രമാണ് നമ്മുടെ കണക്കനുസരിച്ച് ജയിച്ചിട്ടുള്ളത്. പക്ഷേ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.